ഹലോ, വെൽക്കം ടു മിന്നൂസ് കേസ് മലി ബ്ലോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനുണ്ടല്ലോ നിങ്ങൾക്കൊരു അമേസിങ് സ്പേസ് സ്ക്രബും പിന്നെ ഫേസ് മാസ്കും ക്ലെൻസിങ്ങും ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്താണെന്നറിയോ, നമ്മുടെ അടുക്കളയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഒരു സാധനമാണ്. എല്ലാ വീട്ടിലും കാണും. ചില സ്ഥലത്തുണ്ടല്ലോ മഞ്ഞ കളറായിരിക്കും യൂസ് ചെയ്യുന്നത്, ചില സ്ഥലത്തുണ്ടല്ലോ ഓറഞ്ച് കളർ, റെഡ് ഓറഞ്ച് കളറുള്ള ഒരു അടുക്കളയിലൊക്കെ നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതാണ് കാണിച്ചിരുന്നതെന്ന് അറിയുമോ? മസൂർ ദാൽ. ചില സ്ഥലത്ത് മൈസൂർ ദാൽ എന്ന് പറയും. ആക്ച്വലി ഇത് മസൂർ ദാൽ എന്നാണ് പറയാറ്. ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഇത് ശരിക്കും ഞങ്ങളുടെ ഇവിടെ കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഇത് മസൂർ ദാൽ കറി വെക്കാറില്ല. നമ്മുടെ മറ്റേ ദാലില്ലേ അതാണ് കറി വെക്കുന്നത്. ബട്ട് ഇതിൻ്റെ ഫേസിൽ നമ്മൾ ഇടുമ്പോൾ ഉള്ള റിസൾട്ടൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളത്, ഫംഗൽ എന്ന് പറയുമ്പോൾ ഫംഗൽ എന്ന് പറഞ്ഞാൽ അറിയാം, ചെറിയ ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ ചെറിയ ചൊടി പിന്നെ ചൊറി പോലെ ഇങ്ങനെ വൈറ്റ് പാച്ചസ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരു ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. പിന്നെ ബാക്ടീരിയൽ നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ പിമ്പിൾസ് വരുമ്പോൾ പിമ്പിൾസ് ഇങ്ങനെ വലുതാവത്തില്ലേ, പസ് പോലെയൊക്കെ വരുമ്പോൾ ബാക്ടീരിയൽ, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അങ്ങനെയൊക്കെ ഉള്ളതിനും അതൊക്കെ പോകാനും, പിന്നെ എന്ന് ചോദിച്ചാൽ നമ്മുടെ അഗ്നി, നമ്മുടെ പിമ്പിൾ മാർക്ക് പോകാനും, പിന്നെ നമ്മുടെ ഇത് നമ്മുടെ സ്കിൻ നല്ല എലിമിനേറ്റിങ്, നമ്മുടെ സ്കിന്ന് നല്ല പോലെ ഒരു സോഫ്റ്റ്നെസ്സും നല്ലൊരു സ്മൂത്തും ഒക്കെ തന്നെ നല്ലൊരു ഗ്ലോനെസ് തരാൻ വേണ്ടി നല്ല സൂപ്പർ ഒരു ഫേസ് മാസ്ക് ആണ് ഇത്. ഓക്കെ, ഇതിപ്പം നമ്മൾ ഉള്ളി കഴിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല, നല്ല രസം വെച്ച് കഴിക്കാനും. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ താളിച്ച് കഴിക്കില്ലേ, കുറച്ച് കടുകും കുറച്ച് കരിവേപ്പിലും കുറച്ച് പിന്നെ റെഡ് ചില്ലിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പരിപ്പ് വേവിച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയ ചൂട് വൈറ്റ് റൈസിലാണ് കേട്ടോ ഏറ്റവും നല്ലത്. തമിഴിയൻസ് അല്ല കേട്ടോ, നമ്മുടെ തമിഴ് ബ്രാഹ്മൺസൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇങ്ങനത്തെ ദാലാണ്. അപ്പം ഇത് നമുക്ക് എല്ലാ ധാന്യങ്ങളിലും എല്ലാ പയർവർഗ്ഗങ്ങളിലും ഒത്തിരി പ്രോട്ടീൻ, ഫൈബർ, പിന്നെ ഫോസ്ഫറസ്, കാൽഷ്യം, അങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ. നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അത്ര ഗുണങ്ങളുണ്ട്. അപ്പം ഫേസിലപ്പോൾ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒരു നല്ലപോലെ വാഷ് ചെയ്തിട്ട് കഴുകി നിങ്ങളൊരു കുറച്ച് പാലിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണോ അത്ര നിങ്ങൾ പാലിൽ സോക്ക് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്തിട്ട് നല്ലപോലെ ഒബ്സർവ് ആകും. എന്നിട്ട് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് മാസ്ക് ആയിട്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഇത് കഴുകി ഉണക്കി, നിങ്ങൾക്ക് സമയമുള്ളവർക്ക് കഴുകി ഉണക്കിയിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് തുണി എടുത്ത് തുടച്ചാൽ മതി. നിങ്ങൾ നല്ലപോലെ അപ്പം നിങ്ങൾ കല്ലുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. പിന്നെ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പം മിക്സിലിട്ട് നല്ലപോലെ ഇത് പൊടിയാകും വെള്ളം. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, നല്ലപോലെ നമ്മൾ കല്ലുണ്ടെന്നൊക്കെ, കാരണം ചിലർക്ക് ഉണക്കാനൊന്നും സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ മഴയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഇത് ക്ലീൻ ചെയ്തിട്ട്, അങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിട്ട് ക്ലോത്തിൽ നല്ലപോലെ തുടച്ചാൽ മതി. ഇങ്ങനെ ഇട്ട് അപ്പോൾ പൊടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ പയറിന് ഇതിനകത്ത് അധികം പൊടികളൊന്നും ഉണ്ടാവില്ല, കല്ലൊക്കെ നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ഒരു മിക്സിലിട്ട് വെള്ളം ഒഴിക്കാതെ നമ്മൾ പാല് മാത്രമേ ഒഴിക്കുകയുള്ളൂ. അപ്പം നമ്മളുണ്ടല്ലോ മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ നല്ലപോലെ പൗഡറാക്കി എടുക്കുക. നല്ലൊരു സോഫ്റ്റ് പൗഡറാക്കണം കേട്ടോ. അത്രയ്ക്കും വേണ്ട, നല്ലപോലെ ഇച്ചിരി സോഫ്റ്റ് ആക്കണം. കാരണം നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ഇങ്ങനെ ഉണ്ടായിപ്പോവും. അപ്പം അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പാല്, റോ മിൽക്കാണ് കേട്ടോ, കാച്ചാത്ത പാൽ ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് നമുക്ക് മാസ്കും ആക്കാം. അപ്പോൾ സ്ക്രബിൻ്റെ കൂടെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലെൻസിങ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഈ ഒരു ജാറിലിട്ടാണ് കേട്ടോ ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നത്. എനിക്ക് എത്ര വേണം അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഒരു ബോട്ടിലാക്കിയിട്ട്, കാറ്റെടുക്കാത്തൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇപ്പോൾ വീക്ക്ലി 2 times അല്ലെങ്കിൽ വീക്ക്ലി 1 times ഒക്കെ നിങ്ങൾക്ക് ആക്കാം. ഇത് ഫേസിൽ അപ്ലൈ കേട്ടോ. ആക്കാന്ന് പറയുമ്പോൾ കന്നഡയിൽ അല്ലി ആക്കൂ, അവിടെ വെക്കുന്നതിന് ആക്കൂ എന്നാണ് പറയുക. അപ്പം എനിക്കറിയാതെ അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ, അപ്പം ക്ഷമിക്കുക. അപ്പം ഇതെങ്ങനെയാണ്, ഞാൻ ഈ മൈസൂർ ദാൽ ഇതിനകത്ത് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ കുക്കിംഗ് ചാനൽ ചെയ്യുന്നത് എനിക്ക് ചില സമയത്ത് സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് ചാനൽ ചില സമയത്ത് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ബ്യൂട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് ചെയ്ത് റെമഡിയൊക്കെ കാണിക്കുന്നത്. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മിക്സഡ് ചാനലാണ്, നോട്ട് പർട്ടിക്കുലർ കുക്കിംഗ് ചാനൽ. ഓക്കെ, കാരണം പർട്ടിക്കുലറായിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നവർക്കൊന്നും അത് എപ്പോഴും കുക്കിംഗ് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ മൾട്ടി ചാനലെന്ന് പറയാം ഇതിന്. ഓക്കെ, അപ്പം ഞാൻ പൊടിച്ചിട്ട് വരാവേ. അപ്പം ഇതിനകത്തുനിന്ന് ഇത് കുറേ ഉണ്ട് കേട്ടോ, ഞാൻ കുറച്ച് എടുത്തുള്ളൂ, എനിക്ക് ആവശ്യത്തിന് മാത്രം. കാരണം ഈ മിക്സി ജാറ് കുറച്ച് വലുതായതുകൊണ്ട് അത് കുറച്ച് ഞാൻ പൊടിച്ച് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ക്ലെൻസിങ് ചെയ്യാം കേട്ടോ.
ക്ലെൻസിങ് നിങ്ങൾക്ക് മീൻസ് ഇഷ്ടമുള്ള പാൽ ഉപയോഗിക്കാം, മോര് ഉപയോഗിക്കാം, അതിനകത്ത് നിങ്ങൾക്ക് എന്തും ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലെൻസിങ് ചെയ്യാം. ഞാൻ ഇതുകൊണ്ടല്ല ക്ലെൻസിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ അറിയാം ആദ്യം കുറച്ച് കടല പൗഡർ ഇത് കണ്ടോ, കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് നോക്കിയേ, കുറച്ചിങ്ങനെ ടിപ്പ് ചെയ്തിട്ട് നല്ലൊരു കീസ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, എന്നിട്ട് എങ്ങനെ ടിപ്പ് ചെയ്തിട്ട് ഒന്ന് തൂത്താൽ മതി. വേണ്ട, നിങ്ങൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കഴുത്തിലിടണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പൊട്ട് മാറ്റിയില്ല, സോറി. ഞാൻ തന്നെ മറന്നുപോയി അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കടല പൗഡർ എടുക്കാൻ, ഇല്ലെങ്കിൽ കിട്ടരുതുണ്ടോ, പൊടി 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 പോലെ വീഴുന്നു. ഇങ്ങനെ റൗണ്ട് ആയിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ്സ് മതി. എപ്പോഴും നമ്മുടെ ഈ ചുണ്ട് ഇതിൻ്റെ ഈ 2 സ്ഥലവും പിന്നെ ഈ നോസിൻ്റെ 2 സ്ഥലത്താണ് എപ്പോഴും നമുക്ക് ബ്ലാക്ക് ഉള്ളത് അല്ലേ, ബ്ലാക്ക് കളർ. ഞാൻ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് 1 സ്പൂൺ മതി കേട്ടോ, അധികം വേണ്ട. ഇത് എൻ്റെ വലിയ സ്പൂണാണേ, നിങ്ങൾക്ക് എത്ര ഉണ്ട് ആവശ്യത്തിന് എടുത്താൽ മതി. ഇത് കണ്ടോ, നമുക്ക് ഇതിനകത്തേക്കിടാം. നമുക്ക് കുറച്ച് റോ മിൽക്ക്, അതിന് എത്ര മിക്സ് വേണം, നമുക്ക് കുഴമ്പ് രൂപത്തിലാകണം, അത്ര ഒഴിക്കണം. അതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല കുഴമ്പ് രൂപം. ഞാനുണ്ടല്ലോ ഇതിപ്പം ഇട്ടിട്ടൊരു 2 മിനിറ്റ്സ് ആയതേ ഉള്ളൂ. നമ്മുടെ ഈ മാസ്കില്ലേ, ഇതില്ലേ സ്ക്രബില്ലേ, ഇതാണ് സ്ക്രബ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രബ് എന്നറിയോ, ഒരു 2-3 മിനിറ്റ്സ് ഇരിക്കുവാണെങ്കിൽ നല്ലപോലെ സോക്ക് ആകും കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇവിടെ നിന്ന് എനിക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല, എന്നാന്ന് ചോദിച്ചാൽ കടല പൗഡർ ആയതുകൊണ്ട് ഞാനിങ്ങനെ തുണി കൊണ്ട് തുടച്ചാലുണ്ടല്ലോ പോവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നല്ലപോലെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ക്ലെൻസിങ് ചെയ്യേണ്ട ഫേസ് വാഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പം ഞാൻ തുടക്കട്ടെ കേട്ടോ. ഇപ്പം തന്നെ കണ്ടു, നല്ല ഫേസ് നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇന്നലെയാണ് തോന്നുന്നു ഒരു വീഡിയോ ഇട്ടു, അതിനകത്ത് മീൻസ് കോഫി പൗഡറിൻ്റെ നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഫേസ് എപ്പോഴും ഇട്ട് അത് മീൻസ് മുഖത്ത് ഇട്ടിട്ട് നിങ്ങൾ സെക്കൻഡ് നിന്ന് നിങ്ങൾ ഫേസൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. ശരി, അപ്പം നമുക്ക് ഇത് ഫേസ് മീൻസ് സ്ക്രബ് ചെയ്യാം കേട്ടോ. ഞാൻ നല്ലപോലെ ഫൈനായിട്ടാണ് പൊടിച്ചത്. ഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് തരി, അത് പൊടി പോലെ തരിയുള്ളൂ കേട്ടോ. അത്ര തരിയൊന്നുമില്ല. നമുക്കത് മൊത്തം നോക്കാം. ബ്രഷുള്ളൊരു ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ബ്രഷൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഇത് ഉണ്ടല്ലോ, ഇത് പാൽ കുടിക്കും കേട്ടോ, പിന്നെ ഈ നമ്മുടെ ഈ ദാല്. അപ്പം നിങ്ങൾ കുറച്ച് പാൽ ഒഴിക്കണം കേട്ടോ. കുറച്ചുകൂടെ പാൽ ഒഴിക്കട്ടെ, കുറച്ച് കട്ടിയായിപ്പോയി. അത് ഞാൻ വെച്ചിട്ട് പോയതുകൊണ്ടുണ്ടല്ലോ നല്ലപോലെ അവൻ കുടിച്ച് തീർത്തു, അതാ പ്രശ്നം. ഇത് ഇപ്പോൾ ഓക്കെ ആയി. അതിൻ്റെ ടവലിട്ട് ചെയ്തില്ലെങ്കിലുള്ള എൻ്റെ ഡ്രസ്സിൽ വീണാൽ എനിക്ക് കുഴപ്പമില്ല. ഇത് വീട്ടിലിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലോറിലൊക്കെ വീണാൽ എനിക്ക് ഡബിൾ പണിയാണ്. കഴുത്തിലിടാൻ മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാം പയ്യെ. ഇവിടെയൊക്കെ ചെയ്യണം കേട്ടോ. മൂക്കിൻ്റെ ഇവിടെ, താടിയുടെ ഇവിടെ ഒക്കെ.
പിന്നെ ഞാനിതൊക്കെ പറ്റാത്ത രീതിയിലാണ് നോക്കുന്നത്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ ഒത്തിരി സമയം നിൽക്കേണ്ട, ഒരു 2 മിനിറ്റ്സ് ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. പാലും ഇതെല്ലാം കൂടി ഈ പൗഡർ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാവും, പെട്ടെന്ന് ഡ്രൈ ആവും. ഒരു 2-3 മിനിറ്റ്സ് ഇരുന്നാൽ മതി. ഓക്കെ. പാലിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു വൈറ്റനിങ് പ്രോപ്പർട്ടിയാണ് പാലെന്ന് പറയുമ്പോൾ. നല്ല നമുക്ക് സൂപ്പറായിട്ട് എല്ലാത്തിനും നമ്മൾ പാലും മോരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഫേസിൽ പാല് മാത്രം മതി, അല്ലെങ്കിൽ പിന്നെ മോര് മാത്രം മതി. അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കുണ്ടല്ലോ അധികം സംസാരിക്കാൻ പറ്റില്ല, നല്ല മാസ്ക് പോലെയാണ് കേട്ടോ ഇത്. ഉണ്ടോ? അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് വാഷ് ചെയ്യാൻ പറ്റില്ല, വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ നല്ലപോലെ മുഖം കഴുകിയിട്ടുണ്ടേ, നമുക്കിത് തുടച്ചെടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ വ്യത്യാസം കണ്ട എൻ്റെ ഫേസിൻ്റെ നല്ലൊരു കളർ വന്നിട്ടില്ലേ? അതാ പറഞ്ഞത്. അപ്പം ദാലിന് ഇത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം. നോട്ടെ. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊരു കാര്യം പറയാം. മാസ്ക് ഇടുന്നതിന് ഇപ്പുറം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് ഉണ്ടല്ലോ, ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം അവരെന്തെന്നറിയാമോ, പ്രസവരക്ഷ എന്ന് പറയുന്നതൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്, എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ പോലത്തെ രക്ഷകളൊന്നും അങ്ങനെയൊന്നുമില്ല, ചില സ്ഥലത്തൊക്കെ ഉള്ളൂ. അപ്പോൾ അവരെന്താ പറയുക, അവർ ഫസ്റ്റ് കുളിപ്പിക്കുമ്പം നമ്മുടെ ഈ പറഞ്ഞില്ലേ ഈ പയറുപൊടിയും ഈ ബേസിൻ പൗഡർ മീൻസ് പയറുപൊടി അതിട്ട് കുളിപ്പിക്കുന്നത്. അവർ നല്ലപോലെ മേത്ത് മഞ്ഞളും കൂടെ ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നല്ലപോലെ ഇട്ട് മീൻസ് പക്ഷെ നല്ല കളറായിരിക്കും കേട്ടോ അവർ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ. അതൊക്കെ ഇട്ട് നല്ലപോലെ അവരെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പവർ അത്രയ്ക്ക് ഇല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ഇതുകൊണ്ട് നമ്മൾ ഫേസ് കണ്ടോ, നല്ല സ്മൂത്ത്, നല്ല കളർ വന്ന് എനിക്കെന്നെ തൊടുമ്പോൾ അറിയാം നല്ല സ്മൂത്താണ്. അപ്പോൾ ഇനി എന്നാ ചെയ്യണമെന്നറിയാം, നമ്മുടെ അടുത്ത തക്കാളി ഇല്ലേ, ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണം, ഇത് ചുമ്മാ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ പിന്നെ ക്ലൻസിങ് ചെയ്യാൻ ഉപയോഗിച്ച തക്കാളി അതിൻ്റെ ജ്യൂസ് ഇനിയുണ്ട്, അത് കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതുണ്ടോ അതിൻ്റെ പൾപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്തിടാം കേട്ടോ. അതിൻ്റെ പൾപ്പ് വീണിട്ടുണ്ട്, അത് എടുക്കണം. ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അതങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുണ്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്തൊക്കെ തേൻ ഉപയോഗിക്കാം, ഡ്രൈ സ്കിൻ ഇല്ലെങ്കിൽ മീൻസ് തേൻ ഉപയോഗിക്കാം, പിന്നെ അലോവേറ ജെല്ല് ഉപയോഗിക്കാം, എന്ത് വേണേലും ഉപയോഗിക്കാം. അപ്പം ഞാൻ വേസ്റ്റാണ് വിചാരിച്ച ടൊമാറ്റോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും ഇനി മാസ്ക്. നമ്മളൊക്കെ ഉണ്ടല്ലോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തിനാ വെറുതെ പൈസ കൊടുക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അധികം ബ്യൂട്ടി പാർലർ പോകാറില്ല. നമ്മൾ വീട്ടിലുള്ളത് ഈ സാധനങ്ങളൊക്കെ വെച്ചങ്ങ് ചെയ്താൽ മതി. അടുക്കളയുള്ള എല്ലാ സാധനങ്ങളും വെച്ച് ചെയ്താൽ പണ്ടൊക്കെ ആൾക്കാരൊക്കെ പിന്നെ എപ്പോഴും നല്ല പണ്ടത്തെ ആൾക്കാരുടെ സൗന്ദര്യമൊന്നും ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും ഇല്ലല്ലേ, ആർക്കും കളറും ഇല്ല. പണ്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വെളുത്ത്, എൻ്റെ അമ്മ നല്ല വെളുത്ത കേട്ടോ, നല്ല വെളുത്ത. ഇപ്പം പ്രായം ഇപ്പം കുറച്ച് ഇങ്ങനെ തോന്നിയുള്ളൂ, അല്ലാതെ നല്ല നല്ല കളറാണ്. അവരൊക്കെ എന്താ നാച്ചുറൽ ബ്യൂട്ടീസാണ് അവർക്കൊക്കെ അവർ ബ്രാഹ്മിൺസ് പീപ്പിൾസ് ഇല്ലേ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പം അവർക്ക് പണ്ടുള്ള ഹിന്ദുക്കളൊക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളൊക്കെ ആണെങ്കിലും കൂടുതലും ഇങ്ങനത്തെ ഈ പയറുപൊടി ഇങ്ങനത്തെയൊക്കെ ഹോം റെമഡീസാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. പിന്നെ കാണുമ്പോൾ തമിഴ്നാട്ടിലും ഒക്കെ പറയുന്ന കന്നഡക്കാർ തമിഴ്നാട്ടിലൊക്കെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ എന്ന് പറയുമ്പോൾ അവർ മഞ്ഞൾ തേച്ചിട്ടാണ് അവർ എപ്പോൾ പുറത്ത് പോയാലും ഈ വില്ലേജിലുള്ളവരൊക്കെ കൂടുതലും മഞ്ഞളായിരിക്കും അവിടെ ഫേസിലിരിക്കുന്നത്, മഞ്ഞൾ. പിന്നെ താലിലിടും താലിൽ മഞ്ഞളിട്ട്, കാരണം മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അത് ആൻറ്റിബയോട്ടിക്കാണ് മഞ്ഞൾ. പിന്നെ അതിനൊരു മഞ്ഞളില്ലാത്ത പരിപാടിയില്ല, മഞ്ഞളും പൂവും ഇല്ലാത്ത പരിപാടി ലോകത്തൊന്നുമില്ല അല്ലേ. അതുകൊണ്ടാണ് മഞ്ഞൾ അത്ര പവിത്രതയാണ്. അപ്പം അത്രയ്ക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് നമ്മൾ ഫേസിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പം നമ്മൾ പറഞ്ഞ ടൈം കളയുന്നില്ല, നമുക്ക് ഈ മാസ്ക് ഇടാം. തിക്കായിട്ട് ഇടാം കേട്ടോ. ഇത് പിന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു 10 മിനിറ്റ് ഇരിക്കണമെന്ന് ടെൻഷനൊന്നുമില്ല. 2-3 മിനിറ്റിൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിയോ.
ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പം ക്യാമറയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ക്യാമറയിൽ നിങ്ങൾക്ക് കണ്ണാടി മീൻസ് മിറർ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഒരു 2-3 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ, ഡ്രൈ ആവട്ടെ. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ കട്ടിയായി ഉണങ്ങിയിട്ടുണ്ട്. എനിക്കധികം സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക്. നല്ല നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യം കഴുത്ത് തുടയ്ക്കാം. കണ്ടോ എൻ്റെ ഫേസ് കണ്ടോ? നല്ല സ്മൂത്ത്, നല്ല കളറായി, നല്ല മാറ്റം വന്നില്ലേ? അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യണ്ട, ക്ലെൻസിങ്ങും മാസ്കും മാത്രം ഇട്ടാൽ മതി, സ്ക്രബിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വയറ്റിൽ ചെല്ലുന്ന പോലെ തന്നെ അത്രയും ഗുണങ്ങളാണ് നമ്മുടെ ഫേസിൽ അത്രയ്ക്കും ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ഇല്ലെങ്കിലും ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് റിസൾട്ട് വന്നില്ലെങ്കിലും മീൻസ് യൂസ് ആയില്ലെങ്കിലും കമൻറ്റ് ഇടാം, യൂസ് ആയാലും കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങളിതെല്ലാം യൂസ് ചെയ്യുന്ന മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ചിലർക്ക് ചിലപ്പം ദാൽ അലർജി ഉണ്ടാവാം, ഇല്ലെങ്കിൽ കടലപ്പൗഡർ അലർജി ഉണ്ടാവാം, ഇല്ലെങ്കിൽ ടൊമാറ്റോ എന്തെങ്കിലും ചിലർക്ക് അലർജി ഉണ്ടാവാം അല്ലേ. അത് ബിഫോർ നിങ്ങൾ കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട്, നമ്മൾ കാണാത്ത പ്ലേസിലൊക്കെ നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പം എൻ്റെ ഈ ഫേസ് പാക്കും സ്ക്രബിങ്ങും ക്ലെൻസിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, പിന്നെ നിങ്ങൾക്ക് ഡ്രൈ തോന്നുന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഡ്രൈ സ്കിൻ ആകുമ്പോൾ ഡ്രൈ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, മോയ്സ്ചറൈസർ എന്തെങ്കിലും ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ അലോവേറ ജെല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ നമ്മുടെ റോസ് വാട്ടർ, അലോവേറ ജെല്ല്, പിന്നെ നമ്മുടെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ക്ലീസറിനോ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ ഫേസിൽ ഇട്ടോളൂ. കാരണം നിങ്ങൾക്ക് ഇച്ചിരി ഡ്രൈനെസ് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ബൈ, ടേക്ക് കെയർ. സമയം ഇപ്പം 7:30 എല്ലാവരും ചോറൊക്കെ റെഡി ആയിട്ട് 8 മണിക്ക് ചോറിനൊക്കെ കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ 10 മണിയാകാം. ഓക്കെ. അപ്പോൾ ബൈ. എനിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ട്, കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. പിന്നെ ചോറും കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ, ഹസ്ബൻഡ് വരില്ല. സാറ്റർഡേ സൺഡേ അവർ വരാൻ ചാൻസ് ഇല്ല. ചില സമയത്ത് ഡെയിലി വന്നു പോകും, ആഫ്റ്റർനൂൺ വന്നു പോകുന്നുണ്ട്, ചിലപ്പോൾ സൺഡേ വരില്ല. അപ്പോൾ ഞാൻ തന്നെയുള്ളൂ, ഞാനും എൻ്റെ കുക്കൂസും മാത്രമേ ഉള്ളൂ. കുക്കു ഇവിടെ കിടപ്പുണ്ട്, അവളെ ദിവാൻ്റെ അടി കിടക്കുവാണ്, കള്ളിപ്പെണ്ണ് വന്നില്ല. അപ്പോൾ ബൈ, ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യം, കമൻറ്റും പിന്നെ സബും പിന്നെ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ.